ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ലുലു മോളിൻ്റെ വ്ളോഗാണ് കേട്ടോ. ലുലു മോളിൽ ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്ക് എത്തി. കാറൊക്കെ പാർക്ക് ചെയ്ത മേളിലായിരുന്നു. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ താഴേക്ക് വരുവാണ്, അതായത് സൂപ്പർ മാർക്കറ്റിലേക്ക് വരികയാണ് കേട്ടോ. കാരണം ഉച്ചയും ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ആളിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ, എന്താ ആദ്യം കഴിച്ചിട്ട് പോകണോ അങ്ങനെയാണെന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഓക്കെ, കഴിച്ചിട്ട് എന്തെങ്കിലും നിൽക്കി കഴിക്കലാണ് നമുക്ക് പ്രധാനമെന്ന് പറയുന്നതല്ല. അങ്ങനെ നേരെ താഴേക്ക് വന്നു, സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു. അവിടെ നിന്ന് കാരണം മേലിൽ ഫുഡ് കോർട്ടിൽ ഫുള്ളായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ലേറ്റ് ആവുമെന്ന് അറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും ഫുഡ് താഴേന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് പിന്നെ ഫുഡ് വാങ്ങിക്കാൻ പോയി ഞാനാണ് ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ഫുഡ് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ പോയി ഡയറക്റ്റ് അതിലേക്ക് കിടക്കത്തില്ല, അതിനൊക്കെ കുറച്ച് സമയമെടുക്കും എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഇത് കണ്ടോ, ഈ ബ്രെഡിൻ്റെ അതൊരു പ്രത്യേക ഒരു കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വഴി ഇങ്ങനെ കറങ്ങി പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളല്ല, ഇങ്ങനെ ഇത് നമ്മുടെ കുബൂസ് അല്ലേ, കുബൂസാണ് മൈദയുടെ, വീറ്റിൻ്റെ, മൾട്ടിഗ്രെയിൻ, അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഉണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഗോതമ്പിൻ്റെതാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ഇത് ഡിപ്പാന്ന് തോന്നുന്നു, ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കും നമ്മുടെ വെള്ളക്കടലയുടെ. ഇത് സ്പൈസി ആയിട്ടുള്ളതും ഈ ഒരു സാലഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ സാലഡ്. വന്നിട്ട് ഇതിൻ്റെ ചിക്കൻ അങ്ങനെയൊക്കെ വന്നിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി പോയപ്പോഴത്തേക്ക് ഒരെണ്ണം കൂടി എടുത്ത് വീട്ടിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി. പിന്നെ ഇത് ഇടിയപ്പം, അപ്പം അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കവറിലാക്കി വെച്ച്. ഇതിപ്പോൾ എത്രമാത്രം ടേസ്റ്റി ആണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, ഞാനത് വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാം എടുത്തിട്ട് അവരെ കയ്യിൽ ബില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് നേരെ ഫുഡ് കോർട്ടിലേക്ക് മേളിലേക്ക് വന്നിട്ട്, കാരണം സ്പേസ് കുറവായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ആള് താഴെ പോയിട്ട് ഫ്രൈഡ് റൈസ്, ഞങ്ങൾ ഇവിടെ 3 ഫ്രൈഡ് റൈസ് പറഞ്ഞു. അതായത് ഫുഡ് കോർട്ടിൽ താഴെ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബാക്കി ഫുഡൊക്കെ വാങ്ങിയിട്ട് വരും. അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനാണ് കേട്ടോ. വിശക്കുന്നു, നല്ല വിശപ്പുണ്ട്, കുറച്ച് അധികം വിശപ്പുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായി. അങ്ങനെ ഫുഡൊക്കെ വന്നു. ഇത് ചിക്കൻ റോള് അങ്ങനെ എന്തെങ്കിലും 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ ചാടിക്കയറിയ സാലഡാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതായിരുന്നു കേട്ടോ ആദ്യം കഴിച്ചത്. പിന്നെ ചിക്കൻ്റെ റോള്, പിന്നെ റൈസ്, അങ്ങനെയായിരുന്നു ഫുഡ് വന്നിട്ട്. അപ്പം എനിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് ഏകദേശം അത് ഫുള്ള് ഞാനാണ് കേട്ടോ കഴിച്ചത്. ബാക്കി റൈസ് 3 പറഞ്ഞു, കാരണം ആളുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. 3 റൈസ് എല്ലാം കൂട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ആയിരുന്നു. ഫുഡൊക്കെ വന്നിട്ട് കൂടുതൽ മാത്രം ഒരു റോളിൻ്റെ ഹാഫേ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു അസുലഭ മുഹൂർത്തമാണ് കേട്ടോ. രണ്ടുപേരും കൂടി വാരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഈ ഇട്ട് കറക്കുന്നത്. ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ എന്നെ കൂടെ മൊത്തത്തിലിട്ട് കറക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ. ഒരിടത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഈ മനുഷ്യന് ശീലമില്ലാതെ തോന്നുന്നു, എന്താണാവോ അങ്ങനെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് മിനീസോയിലാണ് കേട്ടോ. മിനീസോ എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്ത് ക്യൂട്ടാണല്ലേ അവിടുത്തെ സാധനങ്ങൾ കാണുമ്പോഴത്തേക്ക്. ഒരു പിങ്കി ഐറ്റംസൊക്കെ, ക്യൂട്ട് ഐറ്റംസൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുണ്ട്. അതിപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ വലിയവർക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഫീലാണ് കേട്ടോ. അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെ ഓരോരോ ഐറ്റംസ്, അവരുടെ കുഞ്ഞു ഓരോ ഐറ്റംസൊക്കെ ഇല്ലേ അവിടെ കണ്ടു. അവരുടെ ലിപ് ബാംസ്, നോസ് സ്ട്രിപ്സ്, അങ്ങനെ അതൊക്കെയാണ് പ്രത്യേക ഒരു വൈബാണല്ലേ. ഇത് അവരുടെ ബോട്ടിലുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഗ്ലാസ്സും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതൊന്നും വാങ്ങിയില്ല കേട്ടോ. ഒരാളാ നിൽക്കുന്നത് കണ്ടോ, ഞങ്ങളെ കാലത്ത് നിൽക്കുകയാണ്. ഇതെന്താണ്, ഇതിന് വല്ലതും നടക്കുമോ എന്ന് അറിയാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ പോട്ടെ. ഇത് നമ്മുടെ ബാർബിയുടെ പിങ്കി ഫുൾ പിങ്കി ഐറ്റംസ് എന്ത് രസമാണല്ലേ. ഡയറിയൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ മിനീസോയിൽ കയറി കേട്ടോ. മിനീസോയിൽ കയറിയിട്ട് കുറേ പെർഫ്യൂമൊക്കെ നോക്കി. അത്യാവശ്യം നല്ല മണമുള്ള പെർഫ്യൂമാണ്. എനിക്ക് ലാസ്റ്റിങ്ങിനെ കുറിച്ച് വലിയ പിടുത്തമില്ല കേട്ടോ മിനീസോയുടെ പെർഫ്യൂമിൻ്റെ. അതുകൊണ്ട് പെർഫ്യൂമൊന്നും വേറെ വാങ്ങിയില്ല. ട്രെയിൻ വരുന്നുണ്ട്, ട്രെയിൻ ഇടിച്ച് ആവും. ഇനി ഞങ്ങൾ മാക്സിലേക്ക് പോകാം കേട്ടോ. മാക്സിൽ പോയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വേറെ ഇത് മാക്സ് ആണ് കേട്ടോ. മാക്സ് വന്ന് ഞാൻ ഇത് എന്താ കാണിക്കുന്നത് വെച്ചാൽ, ഞാൻ ഹീലുള്ള ഒരു പംസാണ് കേട്ടോ ഇട്ടിരുന്നത്. അത് അത്യാവശ്യം നല്ല പെയിനായിരുന്നു. ഇത്ര ദൂരം നടന്നിട്ട്. എനിക്ക് കേപ്പ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഈ കേപ്പ് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ, ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ഈ പിള്ളേർ അവിടെ ചെന്നിടുന്ന അടിയാണ് കേട്ടോ. തമ്മിൽ എന്തിനാണ് അവരിങ്ങനെ അടി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതെനിക്കും അറിയില്ല. വീണ്ടും ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെത്തി താഴെ. ബാക്കി പർച്ചേസിങ് ഒന്നും ആയിട്ടില്ല എന്നല്ലോ, ഫുഡ് കഴിച്ചിട്ട് പിന്നെ പോയതല്ലേ. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ, എനിക്ക് കോൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോണ് ഇത് നമ്മുടെ ഇല്ലേ,
അതൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ വെറുതെ നോക്കുവാണെങ്കിൽ നമ്മുടെ തേങ്ങയൊക്കെ അതിനെ പോലെ മടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ തേങ്ങയൊക്കെ ചിരിക്കി അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഇത്തിരി ദാഹവും ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ പർച്ചേസൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാം വാങ്ങി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ബാഗേജ് കൗണ്ടറിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. എവിടെ പോവാ? അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് നാളെ കാണാം. ബൈ.